വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ടൊന്ന് ജീവിക്കണ്ടേ? ഒരു കാരണവശാലും അവന്റെ നിങ്ങളുടെ പിന്നാലെ വരാൻ പാടില്ല. നിയമപരമായോ അല്ലാതെയും അവര് ഒരു ബാധ്യതയും പിന്നീട് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ അല്ലാത്തതുകൊണ്ട് ഉടനെ ഒന്നും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. കോടതിയിൽ അവൾ ഡിവോഴ്സ് വേണ്ടെന്ന് പറയുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ വാദപ്രതിവാദങ്ങളും തെളിവെടുപ്പും ഒക്കെ വേണ്ടിവരും ഈ ഡിവോഴ്സ് കിട്ടാൻ. അവളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഞാനെന്തിനാ അവൾക്ക് വേണ്ടി സമയം കളയുന്നത്? ഇനിയുള്ള എൻ്റെ ജീവിതം സന്തോഷമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സന്ധ്യ എൻ്റെ കൂടെ വേണം. നന്ദേട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും അത് തന്നെയാ പറഞ്ഞു വരുന്നേ. എത്ര കോമ്പൻസേഷൻ കൊടുത്തിട്ടായാലും അവന്തിയെ കൊണ്ട് ഈ ഡിവോഴ്സിന് സമ്മതിപ്പിക്കണം. കോടതിക്ക് പുറത്തു വെച്ച് ഒന്നുകൂടി സംസാരിച്ച് ഇതൊന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കണം. സച്ചിനോട് സന്ദീപിനോടും ധനുഷിനോടും ആലോചിച്ച് ഇക്കാര്യത്തിൽ വേണ്ടതൊക്കെ ചെയ്യണം. അർച്ചന പറഞ്ഞത് ശരിയാ. ഏതെങ്കിലും വഴിക്ക് അവന്തിക്ക് ഒരു സെറ്റിൽമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാ. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ സച്ചിൻ സന്ദീപും ധനുഷുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതുകൊണ്ടാ എനിക്ക് ഇത്രയും പേടി. അത് ശരി. അപ്പൊ വെറുതെ അല്ല ഞങ്ങളോട് രാവിലെ വരാൻ പറഞ്ഞത്. സ്വപ്നത്തിൽ അവൾ വന്ന് ഞങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ട് അർച്ചന ഞെട്ടി പറിച്ചു കാണും അല്ലേ? ഇത് നന്ദേട്ടൻ എങ്ങനെ അറിഞ്ഞേ? ഞാൻ അങ്ങനെ തന്നെയാ സ്വപ്നം കണ്ടത്. അടിപൊളി. സന്ധ്യ ഇപ്പൊ എങ്ങനുണ്ട്? ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അർച്ചന എന്തെങ്കിലും സ്വപ്നം കണ്ടു കാണുമെന്ന്. പിന്നെ അർച്ചന പറഞ്ഞതിലും കാര്യമുണ്ട് നന്ദേട്ടാ. എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. പക്ഷേ ചില സ്വപ്നങ്ങളെങ്കിലും അതുപോലെ സംഭവിക്കാറില്ലേ? അവന്തികയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സന്ധ്യേച്ചി ഇനി മുതല് നെല്ലിശ്ശേരി താമസിച്ചാൽ മതി. ഏയ് അതൊന്നും വേണ്ട. കല്യാണം കഴിയാതെ നീ അങ്ങോട്ടൊന്നും വന്ന് താമസിക്കുന്നു വേണ്ട. ഞാൻ വരുന്നില്ല. എനിക്ക് താമസിക്കാനേ നല്ല ഒന്നാം തരം സ്ഥലമുണ്ട്. എന്റെ നന്ദേട്ടാ, ഞാൻ പറയുന്നതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക. തലയ്ക്ക് അടികിട്ടിയ പാമ്പ് അവന്തിക. നിങ്ങളുടെ കല്യാണം നടക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ അവർ വരും. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. സന്ധ്യേച്ചി ഒറ്റയ്ക്കാ ഹോസ്പിറ്റലിൽ പോകുന്നതും വരുന്നതും താമസിക്കുന്നതും എല്ലാം. അവർ സന്ധ്യേച്ചി അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്ധ്യേച്ചി നെല്ലിശ്ശേരി തന്നെ താമസിച്ചാൽ മതിയെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇതൊക്കെ വിധിയാണെന്ന് ഞാനിപ്പോ കരുതുന്നത്. ഞാനും നന്ദേട്ടനും ഒന്നാവണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് അവന്തികയല്ല, ആര് വിചാരിച്ചാലും ഒരു മുടക്കവും വരുത്താൻ പറ്റില്ല. ഇത്രയും നാളും അവളുടെ പീഡനങ്ങൾ സഹിച്ചാണ് ഞാൻ ജീവിച്ചത്. ഇനി അത് നടക്കില്ല.